തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും തന്റെ പേരിൽ വ്യാജ വായ്പ എടുത്തുന്ന പരാതിയുമായി കർഷകൻ. താൻ അറിയാതെ 14 ലക്ഷം രൂപയുടെ വ്യത്യസ്ത വായ്പകളാണ് എടുത്തതെന്ന് കാണിച്ച് ദൈവമേട് സ്വദേശി ശശി പാപ്പനാണ് നിയമ നടപടിയുമായി രംഗത്തെത്തിയത്. ബാങ്ക് ഇടപാടുകളില്ലാത്ത കർഷകന് വ്യത്യസ്ത വായ്പകളിൽ 14 ലക്ഷത്തോളം രൂപ കുടിശ്ശികയെന്ന് ബാങ്ക്. തുകയടയ്ക്കാത്ത പക്ഷം ജപ്തി ചെയ്യുമെന്ന് ഉടുമ്പൻചോല സഹകരണ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നോട്ടീസ് ലഭിച്ചു. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കാണ് ദൈവമേട് ഊരോത്തുപടവിൽ ശശി പാപ്പനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 2017 നവംബർ 29 തോപ്രാംകുടി കെ 432 നമ്പർ സഹകരണ ബാങ്കിൽ നിന്നും 5 ലക്ഷം രൂപ ശശിപാപ്പൻ വായ്പ എടുത്തുവെന്നും ഇതിൽ 4,896 രൂപ പലിശയും ചേർത്ത് 9,70,9096 രൂപ അടയ്ക്കണമെന്നും ഇതേ ദിവസം തന്നെ തോപ്രാംകുടി ബാങ്കിൽ കനകക്കുന്ന് ബ്രാഞ്ചിൽ നിന്നും ഇതേ ശശിപാപ്പൻ 2,42,365 രൂപ ലോൺ എടുത്തുവെന്നും ഇതിൽ പലിശ ഇനത്തിൽ 1,70,70,700 രൂപയും ചേർത്ത് 4,14,065 രൂപ അടയ്ക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. 2023 ഒക്ടോബർ 20 ശശിക്ക് 2 വായ്പകളുടെയും നോട്ടീസ് ലഭിക്കുന്നത്. ഉടൻ തന്നെ ബാങ്കിലെത്തി അന്വേഷിച്ചപ്പോൾ വ്യക്തമായ മറുപടി നൽകാൻ ബാങ്കിന് കഴിഞ്ഞില്ല എന്നും തന്റെ തുടർച്ചയായ അന്വേഷണത്തെ തുടർന്ന് ബാങ്ക് ജീവനക്കാരി തങ്ങൾ തന്നെ ലോൺ അടച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് ശശിയെ മടക്കി അയച്ചു എന്ന് ശശി പറയുന്നു. കഴിഞ്ഞ 35 വർഷമായിട്ട് ഞാൻ ഈ ബാങ്ക് സംബന്ധമായ യാതൊരു നടപടികൾക്കും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടില്ല. ആർക്കും ജാമ്യം നിൽക്കുകയോ വായ്പയ്ക്ക് അപേക്ഷ വയ്ക്കുകയോ ചെയ്തിട്ടില്ല. 2,45,000 രൂപയും 2 ലക്ഷത്തിനടുത്ത് പലിശയും ഉൾപ്പെട്ടുകൊണ്ട് ഈ 2 ബാങ്കിലെയും കൂടെ 14.5 ലക്ഷം രൂപ എൻ്റെ മേൽ കെട്ടി ചോദിച്ചിരിക്കുകയാണ് ഇവർ. ഇത് നടത്തിയ ആരാണെങ്കിലും കണ്ടുപിടിച്ച് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാസങ്ങൾ കഴിഞ്ഞും നടപടി ഉണ്ടാകാത്തതിനെതിരെ ശശി നിയമ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. 40 വർഷമായി തനിക്ക് ബാങ്കിൽ യാതൊരു ഇടപാടുമില്ലെന്നും തന്റെ രേഖകളൊന്നും ബാങ്കിൽ നൽകിയിട്ടില്ലെന്നും ശശി പറയുന്നു. തന്റെ പേരിൽ വ്യാജ വായ്പ എടുത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഈ കർഷകന്റെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.